കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. എന്ത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സിവിൽ പ്രൊസീജിയർ കോഡിലെ സമൻസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു വീഡിയോ ആണ്. അതായത് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സമൻസ് കോടതിയിൽ നിന്നും എങ്ങനെയാണ് എതിർഭാഗത്തിനോ അല്ലെങ്കിൽ പ്ലെയിൻറ്റിഫിനോ എങ്ങനെയാണ് നമുക്ക് സമൻസ് സെർവ് ചെയ്യാനായിട്ട് പറ്റുക. കാരണം നമുക്കൊരു സമൻസ് ഉണ്ടെങ്കിൽ എതിർകക്ഷിയെ നമുക്ക് അറിയിക്കേണ്ടത്. അപ്പോൾ അത് അറിയിക്കുവാനായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മാർഗങ്ങളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സിവിൽ പ്രൊസീജിയർ കോഡിലെ ഓർഡർ 5-ൽ 15 എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. ഈ 15 എന്ന് പറയുന്ന പോർഷനിൽ വരുന്നൊരു പോയിൻ്റാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ നോർമൽ ലെവലിൽ ഒരു സമൻസും കൊണ്ട് ഒരു എതിർഭാഗത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ എതിർഭാഗത്തിലുള്ള കക്ഷി അവരുടെ വീട്ടിൽ ഇല്ല എന്ന് വിചാരിക്കാം. അങ്ങനെ ഇല്ലാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പോസ്റ്റ്മാൻ എന്താണ് ചെയ്യുക, ഈ ഒരു സമൻസ് തിരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ അതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ആ രീതി എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഈ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വേർ സർവീസ് മേ ബി ഓൺ ആൻ അഡൾട്ട് മെമ്പർ ഓഫ് ഡിഫൻഡൻസ് ഫാമിലി എന്നുള്ളതാണ് ഹെഡിങ്. അതായത് വേർ ഇൻ എനി സ്യൂട്ട് ദ ഡിഫൻഡൻറ്റ് ഇൻ ആബ്സെൻറ്റ് ഫ്രം ഹിസ് റെസിഡൻസ് അറ്റ് ദ ടൈം when the service of summons is sought to be effected at his residence and there is no likelihood of his being found at the residence within a reasonable time and he has no agent empowered to accept service of the summons on his behalf, service may be made on any adult member of the family, whether male or female, who is residing with him, and a servant is not a member of the family within the meaning of this rule എന്നാണ് പറയുന്നത്. എന്ന് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ സമൻസുമായി ചെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, വീട്ടുകാർ പറയുകയാണ് എന്ത്, ഈ പറയുന്ന കക്ഷി ഇവിടെ ഇല്ല, ആൾ പുറത്താണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെയാണെന്ന് പറയുന്നു. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടും ഇദ്ദേഹത്തിനെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നോർമൽ ഗതിയിൽ പോസ്റ്റ്മാൻ എന്താണ് ചെയ്യുക, തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ തിരിച്ചു പോകാം. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിഫൻഡൻ്റ് ഏതെങ്കിലും ഒരു ആൾക്ക് പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കൊടുത്തിട്ടാണെങ്കിലും ഈ പരിപാടി അവസാനിപ്പിക്കാം. പക്ഷേ ഈ പറയുന്ന എതിർകക്ഷിയും ഇല്ല, എതിർകക്ഷി പവർ ഓഫ് അറ്റോർണി കൊടുത്തിട്ടുള്ള വ്യക്തിയും അവിടെ ആബ്സെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ വ്യക്തി താമസിക്കുന്ന വീട്ടിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആണായാലും കുഴപ്പമില്ല, പെണ്ണായാലും കുഴപ്പമില്ല, ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സമൻസ് കൊടുത്ത് ഒപ്പിട്ട് മേടിക്കാം എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ അതിൽ ഒരു പോയിന്റ് കൂടിയും പറയുന്നുണ്ട്. പ്രായപൂർത്തിയായിട്ടുള്ള നിങ്ങളുടെ വീട്ടിൽ സ്ഥിരതാമസമുള്ള സെർവൻറ്റ്, വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഇത് ഒപ്പിട്ട് മേടിക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എല്ലാ സിറ്റുവേഷനിലും ഡിഫൻഡൻറ്റ് തന്നെ മേടിക്കേണ്ട എന്ന് തന്നെയാണ് ഈ ഒരു റൂള് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പകരം വീട്ടിലുള്ള മുതിർന്ന ആണുങ്ങൾക്കോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കോ ഈ സാധനം ഒപ്പിട്ട് മേടിക്കാം. കുട്ടികൾക്ക് പറ്റില്ല. അതുപോലെ തന്നെ വീട്ടിലുള്ള സ്ഥിരതാമസമുള്ള സെർവൻറ്റിനും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, സമൻസ് ഒപ്പിട്ട് മേടിക്കുവാനായിട്ട് സാധിക്കില്ല. പലപ്പോഴും ഈ സമൻസ് കൈപ്പറ്റാതെ വരുമ്പോഴാണ് ഈ കേസ് ഇങ്ങനെ ചിലപ്പോൾ ആദ്യത്തെ ഒരു സിറ്റിംഗ് കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 കൊല്ലത്തേക്ക് നീണ്ടു പോകാനുള്ള ഒരു സാഹചര്യം വരാറുള്ളതല്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സമൻസ് എത്രയും പെട്ടെന്ന് എതിർഭാഗത്തിനെ കൊണ്ട് വാങ്ങിപ്പിക്കുവാനായിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സമൻസ് കൈപ്പറ്റാത്ത എതിർകക്ഷികൾ നിങ്ങളുടെ വീട്ടിലുണ്ട് നിങ്ങളുടെ കേസിലുണ്ട് എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മാനോട് പറയാം, അവരുടെ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ടും മുതിർന്ന ആരെങ്കിലും കൊണ്ടും സൈൻ ചെയ്യിപ്പിച്ചാൽ മേടിക്കാൻ പറ്റും എന്നുള്ള നിയമം അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്ത് കേസ് സ്പീഡപ്പാക്കാനായിട്ട് നോക്കും. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കേസിൻ്റെ ഇഴച്ചിൽ എന്ന് പറയുന്ന ആ ഒരു പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒഴിവാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.